ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1568. ഇന്ന് ഏപ്രിൽ മാസം 16-ാം തീയതി. ഈ ആണ്ടിലെ 107-ാമത്തെ ദിവസത്തിലെത്തി. തിബേരിയസ് കടൽ തീരത്ത് കാത്തുനിന്ന യേശു തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ കടുത്ത പരാജയത്തിന്റെ നിമിഷങ്ങളിൽ അവൻ അവരെ ഉപേക്ഷിക്കാതെ അവിടെ നോക്കി നിന്നു. വലകൾ നിറയുന്ന വിജയത്തിന്റെ നേരങ്ങളിൽ വന്നു നിൽക്കാനായിട്ട്, കരയിൽ നിന്ന് എതിരേൽപ്പാനായിട്ട് എത്ര ആളുകളുണ്ടാവും? നിരവധി ആളുകളുണ്ടാവും. വിജയത്തിന്റെ നേട്ടങ്ങളുടെ വിഭവങ്ങൾ ഉള്ളപ്പോഴുള്ള സമയങ്ങളിലെ ആരവങ്ങളില് അധികം ഭ്രമിച്ചു പോകരുത് എന്നൊരു ഓർമ്മപ്പെടുത്തല് ഇവിടെ നിന്ന് കണ്ടെത്തേണ്ടതാണ്. വലകൾ ശൂന്യമാകുമ്പോൾ, ഒന്നും ആർക്കും കൊടുക്കാനില്ലാത്തപ്പോൾ, നാണക്കേടിന്റെയും പരാജയത്തിന്റെയും വേളയില് ആരും കാത്തു നിൽക്കാറില്ല. ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ എന്തേ ഒറ്റപ്പെട്ടു പോയത്? എല്ലാവരും എന്തേ ഓടി ഒളിച്ചതാണ്? ആ പീഡാനുഭവത്തിന്റെ വേളയിൽ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് എല്ലാവരും ഭംഗിയായി ഓടി ഒളിച്ചില്ലേ? ഒറ്റപ്പെടലിന്റെ അനുഭവം ക്രിസ്തുവേശു അനുഭവിച്ചത്രയും ആഴത്തില്, അതിന്റെ തീവ്രതയില് നമ്മൾ ആരും അനുഭവിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ പരാജയത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും അപമാനത്തിന്റെയും നാണക്കേടിന്റെയും നേരങ്ങളിൽ നമ്മളെ കാത്തു നിൽക്കുന്നതും നമ്മളായിരിക്കുന്നിടത്തേക്ക് നമ്മളെ തിരക്കി എത്തുന്നതുമൊക്കെ. അങ്ങനെ എന്നെ ഒരിടത്തും ഒറ്റയ്ക്ക് വിടാതെ പിന്തുടരുന്ന ഒരു സജീവ സാന്നിധ്യമായി ഉദ്ധിതനായ യേശു മാറുകയാണ്. പരാജയങ്ങളില് മുഖം കുനിച്ചിരിക്കുന്നവർക്കൊക്കെ, ആരും കൂടെയില്ല എന്ന് വിലപിക്കുന്നവർക്കൊക്കെ ധൈര്യമായി നീ തീരത്തേക്ക് ഉറ്റുനോക്കാം. അകന്നുപോയതില്, ഇട്ടിട്ടു പോയതില് ഒട്ടും പരിഭവിക്കാതെ അമ്മയെപ്പോലെ അപ്പം വിളമ്പി വിശപ്പകറ്റുന്ന ഒരു യേശു, പരാജയത്തെ ഒട്ടും പരിഹസിക്കാത്തൊരു യേശു. വലിയ മുക്കുവരാണ് എന്നല്ലേ നിങ്ങളുടെ ഭാവം? എന്നിട്ടും ഈ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും എന്തേ ഒരു ചെറുമീൻ പോലും വലക്കുള്ളിൽ വീണില്ല, കയറിയില്ല എന്നൊക്കെ ഒന്ന് ചോദിച്ച് ചെറുതായിട്ട് സ്നേഹം ചാലിച്ച് കളിയാക്കാമായിരുന്നു. അതിനും മുതിരാത്ത ഉദ്ധിതനായ യേശു. അതാണ് ഏറ്റവും വലിയ ഒരു സദ്വാർത്ത. പരാജിതർക്ക് ഏറ്റവും വലിയ സുവിശേഷമായി ഈ ഉദ്ധിതനായ യേശു തിബേരിയസ് കടൽ തീരത്തെ വലിയ പാഠവും മാറുന്നുണ്ട്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.